യുവരാജ് നന്നായിട്ട് ഫീൽഡ് ചെയ്യുമല്ലോ, മറ്റേ നമ്മുടെ നോർമൽ യുവരാജ് ഫീൽഡിങ്ങിൽ സിംഗ്, നിന്ന് മുഹമ്മദ് കൈഫ് ഒക്കെ വന്നപ്പോഴേ ഇവർ രണ്ടുപേരുമാണ് ആക്ച്വലി ഇവർ രണ്ടുപേരും വന്നപ്പോഴാണ് ഫീൽഡിങ്ങിന്റെ സ്റ്റാൻഡേർഡ്സ് പൊങ്ങിയത്. പിന്നെ സുരേഷ് റെയ്ന വന്നു. ഈ നേരത്തെ റോബിൻ സിംഗ് അജയ് ജഡേജയും ഈ 3 പേരായിരുന്നു ഗംഭീര ഫീൽഡർമാർ. അതിനുശേഷം ഇപ്പോൾ ഒരു നമുക്ക് ജോൺ ഡി റോഡ്സിനെ പോലെ ചാടുന്ന ഒരാളില്ലെന്നുള്ളൊരു വിഷമമായിരുന്നു എൻ്റെ പ്രധാന വിഷമം. അത് ഈ യുവരാജ് സിംഗ് വന്നു. പുള്ളി മറ്റേ കൈഫ് കുറച്ചുകൂടെ ഗ്രൗണ്ട് ബോളുകൾ എടുക്കുക, ഡൈവ് ചെയ്യുന്നത് കൂടുതൽ യുവരാജ് ആയിരുന്നു. പിന്നെ റെയ്ന വന്നു. അങ്ങനെ രവീന്ദ്ര ജഡേജ വന്നു. അതെ, ജഡേജ ഒക്കെ ഭയങ്കര ഇതല്ലേ. പിന്നെ ധോനി ഫാനായിട്ട് മാറി. അതെ, ഞാൻ പിന്നെ യുവരാജ് IPL തുടങ്ങിയപ്പോൾ യുവരാജ് ഓരോ ടീമിൽ പോയി പുള്ളി അത് പഞ്ചാബിലായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് സീസണിൽ പഞ്ചാബിൻ്റെ ആള്, പിന്നെ കുറച്ചാൾ പഞ്ചാബ്, പിന്നെ പുള്ളി പല ടീമിൽ പോയല്ലോ. പുള്ളി 4-5 ടീം, പൂനെ വാരിയേഴ്സായി, റോയൽ ചലഞ്ചിൽ പോയി, അങ്ങനെ നാട് വിട്ട് എനിക്ക് യുവരാജ് എവിടെ പോയാലും ആ ടീമിൻ്റെ ആളാണ് ഞാൻ. അങ്ങനെ ധോനി എവിടെ പോയാലും ധോനിയുടെ ടീമിൻ്റെ. അതെ, ധോനി അടുത്ത വർഷം കാണുമെന്ന് എനിക്ക് തോന്നുന്നു. സഞ്ജു സാംസൺ